ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ ഷവായി ഉണ്ടാക്കി, അതും കുക്കറിൽ ഈസി ആയിട്ട്. ഇന്നത്തെ മിനി വ്ളോഗിൽ നമ്മൾ ആ ഒരു റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഷവായി ഉണ്ടാക്കിയെന്ന് നോക്കാം. തക്കാളി, മല്ലിയില, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, ഉണക്കമുളക് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തത് കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വിനാഗിരിയും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ 1 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള മസാലയാണ് ഇത്ര വേണ്ടത്. ഇത് ഫുൾ ചിക്കൻ ആണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. പക്ഷേ ഞാൻ ഷവായി ഉണ്ടാക്കാൻ പ്രതീക്ഷിച്ചിട്ടല്ല ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പീസാണ് കിട്ടിയത്. നന്നായി അരച്ചെടുക്കുന്ന അരപ്പിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ ഗരം മസാലയും കൂടി കൂട്ടണം. എന്നിട്ട് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കും. ഈ ഒരു മസാല നമ്മളൊരു 4-5 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാണ്. ഇല്ലെങ്കിലും നമ്മൾ കുക്കറിലായതുകൊണ്ട് ഉള്ളിലേക്കൊക്കെ നന്നായി എരിവ് പിടിക്കും. പെട്ടെന്നൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഒന്നും കൂടി ബെറ്റർ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ്. നന്നായി മാരിനേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു 2-3 മണിക്കൂറൊക്കെ വെക്കുന്നുണ്ട്. ശരിക്കും ഞാൻ ഈ ചിക്കൻ വാങ്ങിയത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോഴാണ് ആലു രാവിലെ തന്നെ ഇവരെയൊക്കെ വിളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു അവൾ വരാൻ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചു പിന്നെ കുറച്ച് മന്തി റൈസും ഇങ്ങനെ ചിക്കനും ആക്കാം. ഇതാകുമ്പോൾ ഒരുപാട് ഓയിലൊന്നും വേണ്ടല്ലോ, അപ്പോൾ അവർക്ക് അങ്ങനെ കഴിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് വിസിലടുപ്പിച്ചെടുക്കണം. 2 വിസിലാണ് വേണ്ടത്. ഒന്ന് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും, അതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ 1 വിസിലും. അതിനുശേഷം കുക്കർ തുറന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. 1-2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം മതി ഇങ്ങനെ ചെയ്യാൻ. ഒന്ന് അപ്പുറത്തും മറിച്ചിടുക, ഇപ്പുറത്തും. അതിനുശേഷം നമ്മുടെ ബാക്കിയുള്ള മസാല ആ എണ്ണയിലൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു മസാലയാണ് നമ്മുടെ ഷവായിയുടെ ഹൈലൈറ്റ്. നമുക്ക് ചിക്കനൊന്നും വേണ്ട, ഈ മസാല മാത്രം കൂട്ടി തിന്ന അത്രയും ടേസ്റ്റാണ് ഈ ഒരു മസാലയ്ക്ക്. വേണമെങ്കിൽ നമ്മുടെ ആ ചിക്കനില്ലേ, ആ ചിക്കനിൽ ഈ മസാല പുരട്ടിയിട്ടും കഴിക്കുക, അല്ലെങ്കിൽ ഇത് സൈഡായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെയും കഴിക്കുക. ഇന്ന് ഞാൻ ഉച്ചയ്ക്കാണ് ഇതുണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ ഞാൻ റൈസാണ് പ്രിപ്പയർ ചെയ്തത്. മന്തി റൈസ് കുറച്ചെടുത്തിട്ട് അതാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് എപ്പോഴും പൊറോട്ടയാണ്. നല്ല മൊരിഞ്ഞ പൊറോട്ട ഉണ്ടെങ്കിൽ ഈ മസാലയിൽ മിക്സ് ആക്കുക, എന്നിട്ട് ഈ ചിക്കനും കൂട്ടി കഴിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടേസ്റ്റ്. ഓവനൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കിട്ടും. ഇതൊരു പെർഫെക്റ്റ് ഷവായിയുടെ ടേസ്റ്റോ അതുപോലെ ആ ഒരു റെസിപ്പി ഒന്നല്ല. ഇത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ കോമൺ ആയിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിനെക്കാട്ടും അടിപൊളിയാണ് ഇത്. നമ്മുടെ ചിക്കൻ കണ്ടില്ല, എടുക്കുമ്പോഴത്തേനും നന്നായിട്ട് നല്ല ജ്യൂസി ആയിട്ട് കിട്ടുന്നത്, അതുപോലെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടും ഉണ്ടാവും. ഒട്ടും ഓയിലും അല്ല, അതുപോലെ തന്നെ ജ്യൂസി ആയിട്ടുള്ള ചിക്കനുമാണ്, ഹാർഡൊന്നും അല്ല. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് റെഡിയായി പുറത്തേക്ക് പോവുകയാണ്. അന്നുമാൻ്റെ ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യണം. കുറേ ഡ്രസ്സൊക്കെ നമ്മൾ കണ്ടു നോക്കി, എന്നിട്ട് ഫൈനലി സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കും വാങ്ങി വന്നു. കാരണം ഫാൻസി ടൈപ്പ് കുറേ നോക്കിയെങ്കിലും ഇട്ട് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, കുത്തുന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തില്ല. പിന്നെ പൊതുവേ റാഫിക്ക് ഇഷ്ടമല്ല ഫാൻസി ഡ്രസ്സൊന്നും. അതുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ വന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. നമ്മളിത് കാണാനായിട്ട് ഉള്ളിലേക്കൊരു ഏരിയയിലേക്ക് വന്നതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് ചായച്ചെടിയൊക്കെ ആയിട്ട് ഭയങ്കര രസം. 2 സൈഡിലും ചായച്ചെടിയും, പിന്നെ ആ ഈവനിങ് സമയം കൂടി ആയതുകൊണ്ട് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു. നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ നിന്നിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ പ്ലാനുകളും മാറിപ്പോയി. കാരണം നമ്മൾ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് മക്കൾക്കും ഇഷ്ടമാവുന്നില്ല, ഞങ്ങൾക്കും ഇഷ്ടമായില്ല. അങ്ങനെ ഒരുപാട് നേരം ഇവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ നമ്മുടെ വയനാട് എന്ത് ഭംഗിയാണ്. ശരിക്കും ജീവിക്കാൻ ഏറ്റവും നല്ല സുഖമുള്ളൊരു സ്ഥലമാണ് വയനാട്. കാരണം നല്ലൊരു കാലാവസ്ഥയാണ്, അധികം ചൂടില്ല, നല്ല തണുപ്പാണ്, അതുപോലെ വലിയ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സ്വസ്ഥമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ഒരുപാട് ട്രാഫിക്കോ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ജീവിക്കാൻ ഭയങ്കര ഒരു സിറ്റി ലൈഫൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് തുച്ഛമായ രീതിയിലും ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്.